ഞാനിപ്പോൾ ഈ വീഡിയോ വന്നതേ ഒരു സന്തോഷ വാർത്ത പറയാനാണ്. ഞാൻ കുറച്ച് നാളുകൊണ്ട് ജോലിയില്ലാതെ വീട്ടിലിരിക്കുക. ഞാൻ ഈ വീട്ടുകളിലൊക്കെ ജോലിക്ക് വന്നു. അങ്ങനെ കുറേ ദിവസം കൊണ്ട് നമ്മൾ ഈ ദിവസം പോയി വരുന്ന ജോലിയില്ല. അപ്പോൾ ഇന്ന് എന്നെ ഒരിടത്ത് വിളിച്ചു. അപ്പം ഞാൻ അടൂരൊരു വീട്ടിൽ ജോലിയുടെ കാര്യം ചോദിക്കാനായിട്ട് പോയിട്ട് ഞാനിങ്ങനെ വരുന്ന വഴിയായിരുന്നു. അപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന ഭയങ്കരമായ ഒരു കാര്യം ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഒരമ്മ, മോളെ എനിക്ക് ഒരു 10 രൂപ തരുമോ, മോളെ ചായ കുടിക്കാൻ ഒരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി പേരെടുത്ത് ചോദിച്ചാൽ അവരാരും തിരിഞ്ഞു നോക്കുമോ, ഒരു 2 രൂപ എടുത്ത് കൊടുത്താലും 10 പേരാകുമ്പം 20 രൂപയാകും. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല മോളെ, എനിക്കൊരു ചായക്ക് പൈസ തരുമോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനപ്പോൾ എൻ്റെ അമ്മയെ ഓർത്തത്. കാരണം അമ്മ ഉള്ളത് ഇന്ന് ഓരോരുത്തരൊക്കെ അമ്മയും അച്ഛനെയൊക്കെ അനാഥാലയത്തിൽ, അവർക്ക് അധികപ്പറ്റ അച്ഛനും അമ്മമാർ അനാഥാലയത്തിലും അവിടെ ഇവിടെയൊക്കെ അവർ കൊണ്ട് കളയുന്നു. പക്ഷേ നമുക്ക് ഓർക്കേണ്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് നാളെ ഇതെല്ലാം കഴിഞ്ഞു പോയി നമുക്ക് ഇതേ ഒരു വാർദ്ധക്യം അവസ്ഥ നമുക്കുണ്ടാവും. ആ സമയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം, നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മൾ എത്ര സ്നേഹവും ബഹുമാനവും കൊടുക്കുന്ന ആ സ്നേഹം നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ലായിരുന്നു. എനിക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ പറയാം, അമ്മച്ചി ഇവിടെ നിന്നില്ല, ഞാൻ ദാ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു കടയിൽ പോയി ഒരു ഊണും വാങ്ങിച്ച് ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് മുമ്പ് ചോദിച്ചു, വല്ലതും കഴിച്ചോ എന്നു പറഞ്ഞ് ഇല്ല മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പൊതി ചോറും ഒരു കുപ്പി വെള്ളവും എൻ്റെ കയ്യിലുള്ള 10-30 രൂപ, അന്നേരം അല്ലാതെ തോനെ പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എനിക്ക് വണ്ടിക്കൂലിക്ക് കഷ്ടിച്ചുള്ള പൈസ വെച്ചിട്ട് ഞാൻ കൊടുത്തു. ഞാൻ കൊടുത്തതിൻ്റെ നന്മ പറയാനോ ഞാൻ ഇത്രയും ചെയ്തെന്ന് കാണിക്കാനോ അല്ല എൻ്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ എത്രയോ രൂപ ഒരു ദിവസം ഇല്ലാതാക്കി കളയുന്നു. നമ്മൾ ഓരോന്ന് വാങ്ങിച്ച് എന്തൊക്കെ പൈസകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മീഷോയിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ വരുത്തി നമ്മൾ കൊടുക്കുന്നില്ലേ. അപ്പം നമ്മുടെ മുന്നിൽ ഒരു പ്രായമുള്ള ഒരു അച്ഛനായാലും ഒരു അമ്മയായാലും അല്ലെങ്കിൽ ഒരു കൈയും കാലും ഇല്ലാത്തവരൊക്കെ വന്ന് നമ്മുടെ മുന്നിൽ കൈ നീട്ടുന്നത് അവർക്ക് പോയി ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അവരെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്ത് സന്തോഷത്തോടെ ഈ ലോകത്ത് നമ്മൾ ഈ ലോകത്ത് കാണുന്നത് എന്തോന്നറിയുമോ? നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഞാൻ ഈ ചെയ്യുന്ന സ്നേഹം, അല്ലെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന ഒരു ഉപകാരം, അത് ഞാൻ ദൈവത്തിനാ കൊടുക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും, നിങ്ങളുടെ മക്കൾക്ക് നല്ല മേന്മയും ഉയർച്ചയും എല്ലാം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം.